അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ശരിക്കും വാല്യൂ ഫോർ മണി സിനാരിയോയിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടർ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പുതിയൊരു EV ഉണ്ട്. നമ്മുടെ ആശാത്തി അതിൽ കയറിയിരുന്ന് ഇത്രയും നേരം ഓടിച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് പുതിയൊരു EV ഉണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കൊരു ബൈക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു ഇലക്ട്രിക് സൈക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഈ മോട്ടോറാഡിൻ്റെ ഡൂഡിൽ പ്രോ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അടിപൊളി ഒരു ബൈക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അത് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചധികം സ്പെഷ്യൽ ഡിസ്കൗണ്ട്സിലൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും കൂടെ കൂടിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എനിക്ക് തോന്നുന്ന ഈ മോട്ടോറാഡിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു മോഡലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കില്ല അല്ലേ? വേറെ ആരുമില്ല, നമ്മുടെ ധോണിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല ഏതാണ്ട് 14 ഇഞ്ചിൻ്റെ 2 നൈലോൺ വീൽസാണ് ഇവന് വരുന്നത്. നല്ല വിട്ടുള്ള, നല്ല വൈഡുള്ള, നല്ല ഗ്രിപ്പുള്ള ഒരു മൗണ്ടൻ ബൈക്ക് സ്റ്റൈൽ ഓഫ് ഡിസൈനിങ് ആണ് ഇതിന് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണുന്നു പറഞ്ഞാൽ 7 സ്പീഡ് ഷിംനോ ഗിയർ ബോക്സ് ആണ് വരുന്നത്. 7 സ്പീഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ താണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 സ്പീഡ് വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇതൊരു ബൈക്കാണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഇലക്ട്രിക് മോഡിൽ വേണമെങ്കിൽ റൺ ചെയ്യാം. അങ്ങനെ റൺ ചെയ്ത് ഏകദേശം 45 കിലോമീറ്റർ ഇവനോടും. 45 കിലോമീറ്റർ ഇലക്ട്രിക്കൽ മോഡിൽ തന്നെ ഓടും. ഇനി അതല്ല, നമുക്ക് പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ. ഈ സൈക്കിളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എനിക്കിപ്പം ഞാൻ ഇതൊരെണ്ണം മേടിക്കണം അല്ലെങ്കിൽ ഇത് കൂട്ടൊരു മോഡൽ ഞാൻ എടുക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വണ്ണം കുറയ്ക്കണം, വണ്ണം കൂടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാധാ സൈക്കിളെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരും. പണ്ടൊരു സിനിമയ്ക്കകത്ത് ആരോ പറഞ്ഞ പോലെ ഓടാൻ പോയി തിരിച്ച് ഓട്ടോ പിടിച്ചാൽ വന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് തിരിച്ച് ഓട്ടോ പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ താണ്ട് ഈ പറയുന്ന രീതിയിൽ ഇവനെ ഒന്ന് ഓണാക്കിയാൽ മതി. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ശരിക്കും അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. അതാണ്ട് നമ്മൾ കീ ഒക്കെ ഇട്ട് നമുക്ക് താണ്ട് ഇവനെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ കാണുന്ന പറഞ്ഞ പോലെ അകലെയൊന്നും കാണിച്ചു കൊടുത്തരാം. താണ്ട് ഇവിടെ ഒരു അടിപൊളി ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. അവിടെ എല്ലാവിധ ഇൻഫർമേഷൻസും നമുക്ക് കാണാൻ പറ്റും. താണ്ടെ ഹോണുണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താണ്ട് 3 ഇപ്പം നിങ്ങൾ കണ്ടോ പെഡൽ അസിസ്റ്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ നമുക്ക് താണ്ട് 5 മോഡ്സ് ഉണ്ട്. 0 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി പെഡൽ കൊടുക്കണം. താണ്ട് 5th ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും പവർ മോഡാണ്. നമ്മൾ താണ്ട് ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്താൽ ഈ ഒരു സ്പീഡിൽ ഇവൻ തെറിച്ചു പോകും. ഏകദേശം 25 കിലോമീറ്ററോളം മാക്സിമം ടോപ്പ് സ്പീഡ് ഇവന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഫീച്ചർ റിച്ച് ആണ്. ശരിക്കും ഒരു സൈക്കിളിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പണ്ട് നമ്മൾ ചവിട്ടിക്കൊണ്ട് നടന്ന് ഇപ്പോൾ പിള്ളേർക്ക് കിട്ടുന്നൊരു അവസരം ഒന്ന് ആലോചിച്ച് നോക്കി. ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഇപ്പോൾ ദാണ്ടെ ഇവിടെ 2 അടിപൊളി ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കണക്റ്റഡാണ്, അല്ലാതെ നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതെല്ലാം ഇൻറ്റേർണലി വയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ ബാറ്ററി പാക്ക് എടുത്തു കഴിഞ്ഞാൽ 12.7 AH ആണ് വരുന്നത്. 36 വോൾട്ടിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതും റിമൂവബിളാണ്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈക്കിൾ ഫോൾഡബിൾ ആണ്. നമുക്ക് മടക്കിയെടുത്ത് വണ്ടിയിലൊക്കെ ഇട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം 110 കിലോയ്ക്ക് മുകളിൽ ഇതിൽ ഫിറ്റ് ആയിക്കോളും. ഇപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നാൽ ഇവൻ്റെ പ്രൈസിങ് ഏകദേശം 77,000 സംതിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് 55,999 ഇവരുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഈ മോട്ടോറാഡിൻ്റെ. അത് നല്ലൊരു ഡീലാണ്. നമ്മുടെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിമിന് ലൈഫ് ടൈം വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈമിലേക്കുള്ള വാറണ്ടി. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് EMIയിൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. ശരിക്കും ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ശരിക്കും ഒരു മാസീവ് മൗണ്ടൻ ബൈക്ക് കൊണ്ടു നടക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഒരു മെച്യൂർഡ് ഡിസൈൻ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷനൊക്കെ അടിപൊളിയായിട്ടാണ് അവൻ്റെ ഒരു വർക്കിങ്ങും ഒക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡിജിറ്റൽ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഏകദേശം 60 കിലോമീറ്ററോളം നമുക്ക് നമ്മുടെ പെഡൽ അസിസ്റ്റിൽ പോകാൻ പറ്റും. ഇവിടെ തന്നെ ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതാണ് ഹോണിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മൾ പെഡൽ അസിസ്റ്റ്. ഇതിപ്പോൾ ഞാൻ 4th ഇട്ടു, 3rd ഇട്ടു, 2nd ഇട്ടു, 1 ഇട്ടു. 0 ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ പെഡലായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഒരു ഹബ് മോട്ടറാണ് വരുന്നത്. ഇത് താണ്ട് താഴെ റിയർ ടയറിൻ്റെ അവിടെയാണ് ഹബ് മോട്ടർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത വളരെ ഒരു നല്ലൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വയറിംഗ് ഒക്കെ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ പ്രോപ്പറായിട്ടാണ് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മൾ വള്ളി തൂങ്ങിക്കിടക്കും അങ്ങനത്തെ ഒരു സാധനമല്ല. കൃത്യമായിട്ട് തന്നെ അവരതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ശരിക്കും ഒരു നല്ല സൈക്കിളാണ്. ഈവൻ ആ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാണ്ട് ഇതിൻ്റെ അടിയിൽ ഇവിടുന്ന് തുറന്നിട്ട് ബാറ്ററി റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് സൈക്കിൾ ഫോൾഡ് ചെയ്യുമ്പോഴും അൺഫോൾഡ് ചെയ്യുമ്പോഴും കൊടുത്തിരിക്കുന്ന ഒരു ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ടയർ പറഞ്ഞതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. 20 ഇഞ്ചിൻ്റെ 4 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ടയേഴ്സാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കുഷനി എഫക്റ്റാണ്. ഇത് നോർമൽ സൈക്കിൾ വെച്ച് നമ്മൾ നോക്കുമ്പം ഒരു ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന പോലെ ഒരു കുഷനി എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമേ നമ്മൾ ഈ പറയുന്ന പോലെ ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ സപ്പോർട്ടിന് പുറമേ ഏതാണ്ട് ഇവിടെ ഷിംനോ ഗിയേഴ്സിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ഗിയർ ഓപ്ഷൻസ്, അതായത് 7 ഗിയർ ഓപ്ഷൻസ് ഇവന് വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്, പിന്നെ ഹോൺ ഞാൻ വേണമെന്നൊരു അടിച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ്
ഹോണ് അല്ലെങ്കിൽ ഇതാണ്ട് ലൈറ്റ്സ് ആണെങ്കിൽ ലൈറ്റ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. മൊത്തത്തിൽ ഇതൊരു സൈക്കിളാണെന്ന് പറയത്തില്ല. നമുക്കിത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ EMI ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചിട്ട് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ ഈ മോട്ടോറാടിൻ്റെ സൈറ്റിലേക്ക്.